സാമ്പത്തിക പ്രതിസന്ധികളാൽ വലയുന്ന സംസ്ഥാനമാണ് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം അവശേഷിക്കെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. 21 മന്ത്രിമാർക്ക് 531 പേഴ്സണൽ സ്റ്റാഫുകളാണ് നിലവിലുള്ളത് എന്നത് സ്വജനപക്ഷപാതത്തിന്റെയും ധൂർത്തിന്റെയും പര്യായമായാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു തരത്തിൽ ഇതിനെ ഒരു അഴിമതി എന്ന് വിളിച്ചാലും തെറ്റില്ല. 531 പേഴ്സണൽ സ്റ്റാഫുകളിൽ ചീഫ് വിപ്പിന്റെ ഒഴികെയുള്ള 507 പേരുടെ മാസശമ്പളത്തിനായി ഖജനാവിൽ നിന്നും വകയെഴുത്തിയിരിക്കുന്നതാവട്ടെ 3.77 കോടി രൂപയാണ്. സർവീസ് പെൻഷൻ മാത്രമല്ല, കുടുംബ പെൻഷനും പേഴ്സണൽ സ്റ്റാഫുകൾ അർഹരാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പെൻഷൻ ആനുകൂല്യത്തിന് ഇവരെ അർഹരാക്കുന്നത് വെറും 2.5 വർഷത്തെ സർവീസ് മാത്രമാണ്. കേരള സർവീസ് റൂൾ പ്രകാരം 10 വർഷം സർവീസ് ഉള്ളവർക്ക് മാത്രമാണ് പെൻഷൻ അർഹതയുള്ളൂ എന്നിരിക്കെയാണ് കേവലം 2.5 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് ഇവിടെ പെൻഷൻ ലഭ്യമാക്കുന്നത് എന്നതാണ് വസ്തുത. പെൻഷന് പുറമെ കുടുംബ പെൻഷനും ഇവർ അർഹരാണ്. രാഷ്ട്രീയം മാത്രമാണ് പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിൽ മാനദണ്ഡം എന്നിരിക്കെ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ 25 പേരാണ് എന്നതാണ് മറ്റൊരു രസം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം പട്ടിക തിരിച്ച് പരിശോധിക്കുന്നത് കാര്യം കൂടുതൽ വ്യക്തമാകാൻ ഉപകരിക്കും. മുഖ്യമന്ത്രി 33, വനം മന്ത്രി 24, ഗതാഗത മന്ത്രി 24, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി 25, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി 24, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 23, ആരോഗ്യമന്ത്രി 25, വൈദ്യുതി മന്ത്രി 25, പൊതുമരാമത്ത് മന്ത്രി 24, പൊതുവിദ്യാഭ്യാസ മന്ത്രി 25, ചീഫ് വിപ്പ് 24, റവന്യൂ മന്ത്രി 25, കൃഷി വകുപ്പ് മന്ത്രി 25, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി 25, രജിസ്ട്രേഷൻ മന്ത്രി 22, ധനകാര്യമന്ത്രി 23, സഹകരണ മന്ത്രി 23, വ്യവസായ മന്ത്രി 22, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി 24, ജലവിഭവ മന്ത്രി 21, മത്സ്യബന്ധന തുറമുഖ മന്ത്രി 24, കായിക മന്ത്രി 21 എന്നിങ്ങനെയാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് 15 പേരും സഹമന്ത്രിക്ക് 13 പേരുമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു മന്ത്രിക്ക് പരമാവധി 3 പേഴ്സണൽ സ്റ്റാഫുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നിരിക്കെ കേരളത്തിൽ മന്ത്രിമാരുടെ പരമാവധി സ്റ്റാഫുകളുടെ എണ്ണം 25 എന്നത് വിഷയത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും.